പരിശുദ്ധാത്മാവേ എന്നിൽ വന്നു നിറയണമേ. പരിശുദ്ധാത്മാവേ കൃപ ചൊരിയണമേ. പരിശുദ്ധാത്മാവേ ശക്തി പകരണമേ. പരിശുദ്ധാത്മാവേ കൃപ ചൊരിയണമേ. പരിശുദ്ധാത്മാവേ ശക്തി പകരണമേ. ഞങ്ങളെപ്പോഴും സ്നേഹിക്കുന്ന പരിശുദ്ധ പരമദിവ്യകാരുണ്യേശ്വരയ്ക്ക് എല്ലാ പരിമിതികളും മറികടന്ന് ഞങ്ങളുടെ കൂടെ ആയിരിക്കുന്ന പരിശുദ്ധ പരമദിവ്യകാരുണ്യേശ്വരയ്ക്ക് ഞങ്ങളുടെ കൂടെ എപ്പോഴും വസിക്കുന്ന പരിശുദ്ധ പരമദിവ്യകാരുണ്യേശ്വരയ്ക്ക് ഓ ദിവ്യകാരുണ്യേശ്വരേ, ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. അങ്ങയുടെ ആ വലിയ സ്നേഹത്തെ ഓർത്ത്, അങ്ങയുടെ ഒരിക്കലും അവസാനിക്കാത്ത കാരുണ്യത്തെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ഞങ്ങളെ ഓരോരുത്തരെയും പ്രത്യേകമായിട്ട് സ്നേഹിക്കുന്നതിനെ ഓർത്ത്, കരുതുന്നതിനെ ഓർത്ത്, അവിടുത്തെ വലിയ കൃപകളെ ഓർത്ത് കർത്താവേ ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു, സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്ന് ഞങ്ങൾക്ക് കാരുണ്യ സ്രോതസ്സായി ഒഴുകിയിറങ്ങിയ തിരുരക്തമേ, തിരുജലമേ, ഞങ്ങൾ അങ്ങയിൽ ശരണപ്പെടുന്നു. ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്ന് ഞങ്ങൾക്ക് കാരുണ്യ സ്രോതസ്സായി ഒഴുകിയിറങ്ങിയ തിരുരക്തമേ, തിരുജലമേ, ഞങ്ങൾ അങ്ങയിൽ ശരണപ്പെടുന്നു. ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്ന് ഞങ്ങൾക്ക് കാരുണ്യ സ്രോതസ്സായി ഒഴുകിയിറങ്ങിയ തിരുരക്തമേ, തിരുജലമേ, ഞങ്ങൾ അങ്ങയിൽ ശരണപ്പെടുന്നു. ഓ ഈശോയെ, ഞങ്ങളോടുള്ള സ്നേഹത്തെ പ്രതി അവിടുത്തെ ജീവൻ പോലും ബലിയർപ്പിക്കുവാൻ തക്ക വിധം അങ്ങ് നൽകിയല്ലോ. അങ്ങ് സമർപ്പിച്ചതിനെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അവിടുത്തെ വലിയ സ്നേഹത്തെ ഓർത്ത് ഞങ്ങൾ നന്ദി പറയുമ്പോൾ, അവിടുത്തെ ആ സ്നേഹത്തെ ഞങ്ങൾ ധ്യാനിക്കുമ്പോൾ, ഞങ്ങൾ ഈ നിമിഷം ഞങ്ങളുടെ കൂടെ ആയിരിക്കുവാൻ ദിവ്യകാരുണ്യനാഥനായ അങ്ങ് ഈ നിമിഷം ഞങ്ങളുടെ കൂടെ വസിക്കുന്നതിന്, ഞങ്ങളോടൊത്ത് അവിടുത്തെ സ്നേഹം പങ്കുവെക്കുന്നതിനെ ഓർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു. സ്നേഹമുള്ളവരെ, ഈ നിമിഷം നമ്മുടെ മുമ്പിലായിരിക്കുന്ന, നമ്മുടെ മധ്യയായിരിക്കുന്ന ദിവ്യകാരുണ്യനാഥനെ നമ്മുടെ ഹൃദയത്തിൻ്റെ ആഴത്തിൽ നിന്ന് നമുക്ക് സ്തുതിക്കാം. നമ്മുടെ ഹൃദയത്തിൻ്റെ ആഴത്തിൽ നിന്ന് കർത്താവിന് നന്ദി പറഞ്ഞുകൊണ്ട്, ആ വലിയ സ്നേഹത്തെ വിലമതിച്ചുകൊണ്ട്, നമ്മുടെ ജീവിതത്തിൽ ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങളെ വിലമതിച്ചുകൊണ്ട് കർത്താവിൻ്റെ സാന്നിധ്യത്തെ നമുക്ക് സ്തുതിക്കാം. വളരെ പ്രത്യേകമായിട്ട് നമ്മൾ നിമിഷം ധ്യാനിക്കാൻ പോകുന്നത് പരിമിതികളെല്ലാം മറികടക്കുന്ന കർത്താവായ ദൈവത്തിൻ്റെ ആ കാരുണ്യത്തെയാണ്. എല്ലാ ലിമിറ്റേഷൻസും, എല്ലാ പരിമിതികളും, എല്ലാ നിബന്ധനകളും മറികടക്കുന്ന കാരുണ്യമാണ് ദൈവത്തിൻ്റെ. ആ കാരുണ്യത്തെ നമുക്ക് ഒരു നിമിഷം ധ്യാനിക്കാം. നമ്മൾ ഏതവസ്ഥയിലൂടെ കടന്നു പോകുമെങ്കിലും, നമ്മൾ ഏത് ബലഹീനതകളിലൂടെ കടന്നു പോകുന്നുവെങ്കിലും, കർത്താവിൻ്റെ സ്നേഹം ഒരിക്കലും നമ്മളിൽ നിന്ന് അകന്നു പോകുന്നില്ല. അവിടുത്തെ സ്നേഹം ഒരിക്കലും നമ്മളെ സ്നേഹിക്കുന്നതിൽ നിന്ന് ഒരിക്കലും വിട്ടുമാറുന്നില്ല. അതാണ്, ആ വലിയ സ്നേഹമാണ് ദിവ്യകാരുണ്യനാഥനായി ഇപ്പോൾ നമ്മുടെ മധ്യയായിരിക്കുന്നത്. എല്ലാം മറികടക്കുന്ന ഈശോയുടെ ആ കാരുണ്യം, എല്ലാം മറികടക്കുന്ന നമ്മളോട് സ്നേഹിക്കുന്ന ഈശോയുടെ വലിയ കാരുണ്യം, പ്രത്യേകമായിട്ട് പിതാവായിരുന്നിട്ടും ദൈവമായിരുന്നിട്ടും ദൈവപുത്രനായിരുന്നിട്ടും ഒരു മനുഷ്യനായി പിറക്കുമ്പോൾ തന്നെ, ഒരു മനുഷ്യനായി കാലിത്തൊഴുത്തിൽ പിറക്കുവാൻ തീരുമാനിച്ചപ്പോൾ, കാലിത്തൊഴുത്തിൽ പിറന്നപ്പോൾ തന്നെ ദൈവം
എല്ലാ പരിമിതികളും മറികടന്നിരുന്നു. ദൈവത്തിന്റെ കാരുണ്യം, എല്ലാം മറികടക്കുന്ന കാരുണ്യത്തിന്റെ ഒരു വലിയ പ്രമാണമാണ് കാലിത്തൊഴുത്തിലെ ഈശോയുടെ ആ ജനനം. അതുപോലെ തന്നെ ഒരു സാധാരണ സ്ത്രീയായ പരിശുദ്ധ മറിയത്തിന് ഗബ്രിയേൽ ദൂതൻ വന്ന് ആ വലിയ സന്ദേശം കൊടുക്കുന്നത് തന്നെ എല്ലാം മറികടക്കുന്ന ആ കാരുണ്യത്തിന്റെ വലിയ ഒരു ഉദാഹരണമാണ്. എല്ലാ ലിമിറ്റേഷൻസും മറികടക്കുന്ന ദൈവത്തിൻ്റെ ഒരു പ്രമാണമാണ്, ഉദാഹരണമാണ് നമ്മൾ കാണുന്നത്. ഈശോ മനുഷ്യനായി പിറന്നു. അതിനുശേഷം പിതാവായിരുന്നിട്ടും ദൈവമായിരുന്നിട്ടും ദൈവത്തെ പോലെ സമാനത കൽപ്പിക്കേണ്ട ഒരു കാര്യമായി കാണാതെ മനുഷ്യരുടെ ഇടയിൽ കടന്നു ജീവിച്ച് അവരുമായിട്ട് ഒന്നായി തീരുന്ന ആ വലിയ സ്നേഹം, എല്ലാം മറികടക്കുന്ന ആ കാരുണ്യമാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. എല്ലാം മറികടക്കുന്ന ആ കാരുണ്യം. കർത്താവായ ഈശോ ഈ ലോകത്തായിരുന്നപ്പോൾ, 2000 വർഷങ്ങൾക്ക് മുമ്പ് ഈ ലോകത്തായിരുന്നപ്പോൾ മനുഷ്യരോടൊത്ത് വചനം പ്രഘോഷിക്കുകയും രോഗികളെ സുഖപ്പെടുത്തുകയും അത്ഭുതങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തപ്പോഴെല്ലാം കർത്താവിൻ്റെ കരുണയെ തൻ്റെ ജനത്തിന് പകർന്നു കൊടുക്കുന്ന നിമിഷങ്ങളായിരുന്നു. ദൈവത്തിൻ്റെ കരുണയെ തൻ്റെ ജനത്തിന് നൽകുന്ന നിമിഷങ്ങളായിരുന്നു അത്ഭുതങ്ങളുടെയും രോഗസൗഖ്യത്തിൻ്റെയും വചനപ്രഘോഷണത്തിൻ്റെയും നിമിഷങ്ങളും. അതുകൊണ്ട് ദൈവം പരിമിതികളെല്ലാം മറികടക്കുന്ന ആ ദൈവകാരുണ്യത്തെയാണ് നമ്മൾ ഓർക്കേണ്ടത്. മനുഷ്യന്റെ കണ്ണുകളിലൂടെ ലോകത്തിൻ്റെ പരിമിതികളെല്ലാം മറികടന്ന് ദൈവം അതൊന്നും കണക്കാക്കാതെ അതെല്ലാം മാറ്റി, അതെല്ലാം തട്ടിത്തെറിപ്പിച്ച് ദൈവത്തിൻ്റെതായിട്ടുള്ള ആ പരിമിതികളെല്ലാം മറികടന്നുള്ള കാരുണ്യത്തെയാണ് നമ്മൾ അനുസ്മരിക്കുന്നത്. അതുപോലെ തന്നെ ലോകം വെച്ച് നീട്ടിയ ആ വലിയ സ്ഥാനമാനങ്ങളൊന്നും തൻ്റെ അഭിമാനത്തിൻ്റെ പേരിലോ പ്രസിദ്ധിക്ക് വേണ്ടിയോ ഒന്നും ചിന്തിക്കാതെ ദൈവപിതാവിൻ്റെ ഹിതം പൂർത്തിയാക്കുവാനായിട്ട് ഇറങ്ങിത്തിരിക്കുന്ന ആ കരുണയുടെ മറികടക്കുന്ന സ്നേഹമാണ് ഈശോ തൻ്റെ ജീവിതത്തിലൂടെ നമ്മളോട് കാണിച്ചത്. കർത്താവ് ഓശാന ഞായറാഴ്ച കഴുതയുടെ പുറത്തോട് ജെറുസലേം വിട്ട് സഞ്ചരിച്ചപ്പോൾ പീഡാസഹനത്തിന് ഒരുങ്ങിക്കൊണ്ടാണ്, തീരുമാനിച്ചുകൊണ്ടാണ് ആ കരുണയുടെ മറികടക്കുന്ന സ്നേഹം നമ്മളോട് കാണിക്കുന്നത്. താൻ സൈനികരുടെ കയ്യിൽ ഏൽപ്പിക്കാൻ പോകുന്നെന്നും അവരുടെ കയ്യിൽ പീഡനങ്ങൾ ഏൽക്കുവാൻ പോകുന്നെന്നും അവരുടെ കയ്യിൽ നിന്ന് മർദ്ദനങ്ങൾ ഏറ്റെടുക്കുവാൻ പോകുന്നെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഈശോ ജെറുസലേമിലേക്ക് കടന്നു ചെല്ലുന്നത്. ആ വേദനാജനകമായ ആ നിമിഷം നമ്മൾ ഓർക്കുമ്പോൾ നമുക്ക് ഒരിക്കലും അവഗണിക്കാത്ത ഒന്നാണ് എല്ലാം മറികടക്കുന്ന ദൈവത്തിൻ്റെ കാരുണ്യം. എല്ലാം മറികടക്കുന്ന പിതാവിൻ്റെ കാരുണ്യമാണ് ഈശോ. ആ കാരുണ്യത്തിൻ്റെ ഫലമായിട്ടാണ് ഈശോ സഹനങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് അന്ത്യ അത്താഴ വേളയിൽ തൻ്റെ ശിഷ്യന്മാർക്ക് തന്നെ പകുതി നൽകിക്കൊണ്ട്, വിഭജിച്ചുകൊണ്ട്, മുറിച്ചു കൊടുത്തുകൊണ്ട്, അവരോടുകൂടെ എപ്പോഴും ആയിരിക്കുവാനായിട്ടുള്ള വാഗ്ദാനം നൽകിക്കൊണ്ട്, ഇതെൻ്റെ ശരീരമാണ്, ഇതെൻ്റെ രക്തമാണെന്ന് പറഞ്ഞുകൊണ്ട് എപ്പോഴും നമ്മളിൽ വസിക്കുന്ന എല്ലാം മറികടക്കുന്ന ആ കരുണയാണ് ദൈവത്തിൻ്റെ സ്നേഹം. അങ്ങനെ കുരിശുമരണത്തിൽ വേദനകളേറ്റുകൊണ്ട് ആണികളിലൂടെ തറച്ച് ശരീരത്തിൽ കയറുന്ന ആണികളിലൂടെ ആ വേദനകൾ സഹിച്ചിട്ടും
തൂങ്ങിക്കിടന്നുകൊണ്ട്, കുരിശിൽ തൂങ്ങിക്കിടങ്ങുന്നുകൊണ്ട് വേദനകൾ സഹിച്ചിട്ടും ഒരിക്കലും ദൈവഹിതം അവഗണിക്കാതെ, തിരസ്കരിക്കാതെ, അങ്ങയുടെ ഹൃദയം പൂർണ്ണമാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഏറ്റെടുത്ത സ്നേഹമാണ് എല്ലാം മറികടക്കുന്ന ദൈവത്തിൻ്റെ ആ കരുണ. കുരിശിൽ കിടന്നപ്പോഴും ഈശോ പ്രാർത്ഥിച്ചത്, കർത്താവേ, ഇവർ ചെയ്യുന്നത് എന്താണെന്ന് ഇവർ അറിയുന്നില്ല, ഇവരോട് ക്ഷമിക്കണമേ എന്നാണ്. കർത്താവ്, ഇവർ ചെയ്യുന്നത് എന്തെന്ന് ഇവർ അറിയുന്നില്ല, ഇവരോട് ക്ഷമിക്കണമേ എന്നാണ് വചനം പറയുന്നത്. അത്രയും വലിയ സ്നേഹം, എല്ലാം മറികടക്കുന്ന, എല്ലാ ലോകത്തിൻ്റെ സ്റ്റാൻഡേർഡും, ലോകത്തിൻ്റെയും മനുഷ്യൻ്റെയും സ്റ്റാൻഡേർഡ് എല്ലാം മറികടക്കുന്ന ദൈവത്തിൻ്റെ കരുണ സ്വീകരിക്കാം. നമ്മൾ ആ കരുണയുടെ അനുഭവത്തിൽ കടന്നു വരുമ്പോൾ നമ്മുടെ പാപമേ ജീവിതത്തിൽ നിന്ന് ഒരു വിശുദ്ധിയുടെ ജീവിതത്തിലോട്ട് നമുക്ക് കടന്നു വരുവാൻ സാധിക്കും. ആ സ്നേഹത്തിൽ കടന്നു വരുവാൻ നമുക്ക് സാധിക്കും. ഒരിക്കൽ കൂടി എല്ലാം മറികടക്കുന്ന, നമ്മളെ സ്നേഹിക്കുന്ന ഈശോയുടെ വലിയ കാരുണ്യം സ്വീകരിക്കാം. നമ്മുടെ ജീവിതത്തിലുടനീളം ദൈവത്തിൻ്റെ കാരുണ്യാനുഭവത്തിൽ ജീവിക്കുവാൻ, എല്ലാ നിബന്ധനകളും മറികടന്ന് നമ്മളെ സ്നേഹിക്കുന്ന ആ കാരുണ്യത്തിൻ്റെ നിറവിലായിരിക്കുവാൻ വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ഈശോയുടെ ദിവികാരുടെ നാഥൻ്റെ ആശീർവാദം നമുക്ക് സ്വീകരിക്കാം. ആരാധന 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 യേശുനാഥ, പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന, എന്നുമെന്നും അങ്ങേക്കാരാധന, എന്നുമെന്നും അങ്ങേക്കാരാധന.